ദേശീയ പണിമുടക്ക് ആരംഭിച്ചിട്ട് ഇപ്പം മണിക്കൂറുകൾ പിന്നിടുകയാണ്. നമുക്കിപ്പോൾ തിരുവനന്തപുരം സിറ്റിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. KSRTC ബസ്സുകളൊക്കെ നിരത്തുകളിലേക്ക് സർവീസ് നടത്തുന്നില്ല, കൂടാതെ സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ജനജീവിതത്തെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സ്വകാര്യ വാഹനങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ കമ്പോളങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ചില വാഹനങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ചില വാഹനങ്ങൾ നിരത്തുകളിലൂടെ സഞ്ചരിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ സാധാരണ ഈ ഒരു സിറ്റി എന്ന് പറയുമ്പോൾ ബഹളങ്ങളായിരിക്കും, കൂടുതലായിട്ടും തിരക്കാണ്. എന്നാൽ ഇന്ന് അത് ഭയങ്കര ഒരു നിശബ്ദതയാണ് നമ്മൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സാധാരണ തിരുവനന്തപുരം ഇങ്ങനെയല്ല. പക്ഷേ പൊതുവെ സംഘർഷാവസ്ഥ ഉണ്ടാകുന്നൊരു സാഹചര്യമൊന്നും ഇപ്പോൾ ഇവിടെ നിലവിലില്ല. പൊതുവെ സമാധാനപരമായിട്ടാണ് ഈ ഒരു സമരം മുന്നോട്ട് പോകുന്നത്. കൂടാതെ ആളുകളൊന്നും ഇവിടെ ഇല്ല. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. 1-2 ആളുകൾക്കും മാത്രമേ ഈ ഒരു പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളൂ. കൂടാതെ അവശ്യ സർവീസുകൾ, പാൽ, പത്രം, അതുപോലെ തന്നെ ആശുപത്രി, അതുപോലെ തന്നെ ആംബുലൻസ്, ഇതൊക്കെ മാത്രമേ ഇന്ന് സർവീസുകൾ നടത്തുന്നുള്ളൂ. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ചില ആളുകളൊക്കെ നടന്നു വരുന്നത് നമുക്ക് കാണാം. ചില പഴക്കടകളൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി കമ്പോളങ്ങളൊക്കെ മൊത്തമായിട്ടും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.